വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മീറ്റിംഗ് അല്ലേ ദക്ഷിത്? കുറെ നാളായിട്ട് നീ എന്റെ പിന്നാലെ വരാതായപ്പോ ഞാൻ കരുതി ഇനി ഒരിക്കലും എനിക്ക് എന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന്. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഡേവിഡ്? നീ ഇവിടെ വരെ വന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദക്ഷിത്. അത് കണ്ടുപിടിക്കാൻ എനിക്ക് അത്ര കാലതാമസമൊന്നും വേണ്ട. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്ക് നോക്കാം. വി വിൽ മീറ്റ് സൂൺ. പിന്നെ പോകുമ്പതേ ഇവനെ എടുത്തോണ്ട് പോവാൻ മറക്കണ്ട. താൻ ബാഗൊക്കെ പാക്ക് ചെയ്യും. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ദർശ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറ്റുവാണെങ്കിൽ നീ ഒന്ന് കോഫി ഷോപ്പിലേക്ക് വാ. ഞാൻ വരാം. ഐ ആം റിയലി സോറി. ഇനി നീ എന്നെ അവോയ്ഡ് ചെയ്യല്ലേ. നീ ഈ കാര്യം പറയാൻ വേണ്ടിട്ടാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ദർശ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നമ്മൾ പഠിക്കുന്ന സമയത്തും ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം ഞാൻ നിന്നിൽ നിന്ന് അകന്നത്. അതേ തെറ്റ് നീ ഇപ്പൊ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ലൈഫ് വെച്ച് നീ കളിക്കരുത്. നിനക്കെന്നെ അറിയണതല്ലേ എന്റെ മനസ്സിൽ നീ അല്ലാതെ ആരില്ലാന്ന്. എന്നിട്ട് നീ എന്നെ ഈ ചെറിയ കാര്യത്തിന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഐ എം സോറി ഷാനി, എൻ്റെ ഭാഗത്താ മിസ്റ്റേക്ക്. ഈ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഐ പ്രോമിസ്. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പൊ ഇത്ര ലേറ്റ് ആയ സ്ഥിതിക്ക് താൻ ഒറ്റയ്ക്ക് പോണ്ട. ഞാൻ വീട്ടില് ഡ്രോപ്പ് ചെയ്തോളാം. ഐ എം റിയലി സോറി നിഹ. ഇന്ന് രാവിലെ ഉണ്ടായ ഇൻസിഡന്റിന്. ഇറ്റ്സ് ഓക്കെ. താൻ നാളെ വേണമെങ്കിൽ ലീവ് എടുത്തോ. ഓഫീസിലേക്ക് വരണ്ട. ഓക്കെ സർ, ശരി എന്നാ. பார்வையாலே வென்றவள் வார்த்தையாலே கொன்றவள் நீயா நீயா மென்மையான பெண்ணிடம் வன்மையாக மென்னிடும் குணம் என் கண்ணுக்குள்ள உன்ன வச்சதால இமைக்காம காத்திருந்த நான் என் நெஞ்சுக்குள்ள உன்ன வச்சு தைத்த தெக்கி முக்கி திண்டாடுற நான் என் கண்ணுக்குள்ள உன்ன வச்சதால இமைக்காம காத்திருந்த நான் என் நெஞ்சுக்குள்ள உன்ன வச்சு தைத்த தெக்கி முக்கி திண்டாடுற நான். അനികേച്ചി, കൺഗ്രാറ്റുലേഷൻസ്. എന്റെ വാവയ്ക്ക് സുഖല്ലേ? നീ ഇതെവിടെയായിരുന്നു? എപ്പോ വിളിച്ചാലും നീ ഭയങ്കര ബിസി ആണല്ലോ. എടി ചേച്ചി, എനിക്ക് ഓഫീസിൽ 100 കൂട്ടം പണി വന്നുകൊണ്ടല്ലോ. അല്ല, ഇത് എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് അവരെന്താവും ഉണ്ടാക്കിയേക്കണേ? നീ വന്നോണ്ടായിരിക്കും അല്ലേ? എന്തായാലും നന്നായി. എനിക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. എടി കുരുപ്പേ, കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയണം? അതിനെന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പാറ്റേണല്ലേ ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് ഇത്ര വലിയ കുറ്റാണോ? നീ എന്ത് പാറ്റേണ്ട കാര്യം ഈ പറയുന്നേ? ഇതാണ് അച്ഛൻ പറയുന്നത്. അമ്മയുടെ തലയില് ആൾതാമസില്ലാണ്. എന്റെ അമ്മേ, ഈ പഴമക്കാര് പറയുന്നത് അമ്മ കേട്ടിട്ടില്ലേ? അധ്വാനിച്ച് വേറെ പൊളിച്ച് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എന്നാലേ അതിനൊരു മഹത്വം ഉണ്ടാവുള്ളൂ. എടി പിശാശേ, അത് പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ പറ്റിയിട്ടാ, അല്ലാതെ നിന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സാധനങ്ങളോടല്ല. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മമ്മി. ഞാൻ നല്ല അനുസരണയുള്ള കുട്ടിയാ. അപ്പോ അത് തന്നെ ഫോളോ ചെയ്യൂ. എടി മുയിലും കുഞ്ഞെ, പോയി കുളിച്ചിട്ട് വാടി. ഓ, ഇതിനെ കൊണ്ട് തോറ്റ മനുഷ്യൻ. എടാ വാവേ, നീ വന്നിട്ട് വേണം ഈ ഡാഗിനിക്കിട്ട് നല്ല പണി കൊടുക്കാൻ. ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അനികമോളെ, ഇത് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച സിന്ദൂരമാ. ഇത് താലയിൽ ചാർത്തിയിട്ട് മോള് നെറുകയിലിട്ടോ. അല്ല വൃന്ദാമ്മേ, ഇതെന്താ സിന്ദൂരം താലി ചാർത്തുന്നേ?
കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന് നല്ലത് വരാനും ദീർഘായുസ് ലഭിക്കാനുമാ താലിയിൽ സിന്ദൂരം ചാർത്തുന്നത്. അനികമോളെ, ഞാനിത് പൂജാമുറിയിൽ വെച്ചേക്കാം. അമ്മ പറഞ്ഞ കാര്യം എന്താ എന്റെ മനസ്സിൽ നിന്ന് മായാത്തെ? ലിഹ ആരും കാണാതെ പൂജാമുറിയിലേക്ക് പോയി അവിടെയുള്ള സിന്ദൂരച്ചപ്പ് എടുക്കുന്നു. ധനുവേട്ടന് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ധനുവേട്ടന് ഒരുപാട് ഇഷ്ടം. ഞാനിപ്പോൾ ധനുവേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇതെന്റെ കടമയാണ്. ഇതെന്നു മുതലാണ് ചെയ്യുന്ന വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തേ? ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിഹ, അവളുടെ മുഖം എന്താ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തെ? പണ്ടൊക്കെ അവളെ കാണുമ്പോൾ എൻ്റെ ദേഷ്യവും വെറുപ്പൊക്കെ കൂടിക്കൂടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ കാണാതിരിക്കാൻ എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല. നിഹ, താനോ? തന്നോട് ഞാൻ ലീവ് എടുക്കാൻ പറഞ്ഞതല്ലേ? സാർ, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ ആരുമില്ല. അമ്മ ചേച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കോ. അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇഷാനി ഇന്ന് ലീവാണോ? അതെനിക്കറിയില്ല. ഞാൻ അവളെ ഇന്നലെ മുതൽ വിളിക്കുന്നതാ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, താൻ ക്യാബിനിലോട്ട് പോക്കോ. ദർശു ഒന്നും വന്നിട്ടില്ലല്ലോ. ഇവർ രണ്ടുപേരും ഇത് എവിടേക്കാ പോയേ? അവനെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, അവനെന്താ ഫോൺ എടുക്കാത്തേ? നിഹ, കം ടു മൈ ക്യാബിൻ. സാർ, എന്തിനാണ് വിളിച്ചേ? ഈ ഡിസൈൻസ് ഒക്കെ വേഗം ചെക്ക് ചെയ്യ്. ശരി, എന്നാ ഞാനിത് കൊണ്ടുപോയി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. താനിപ്പോ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി, തന്റെ ക്യാബിനിലോട്ട് പോണ്ട. അതെന്താ സാർ അങ്ങനെ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യണം. May I coming, sir? Yes, coming. സർ, നമ്മുടെ പ്രൊജക്ട് സക്സസ് ആയി. ഇന്റർനാഷണൽ കമ്പനീസ് ആയിട്ടുള്ള കോമ്പറ്റീഷനിൽ നമ്മുടെ മോഡലിനാണ് ഫസ്റ്റ് പൊസിഷൻ. ഓ മൈ ഗോഡ്, ജീവ, നീ എല്ലാവരെയും കോൺഫറൻസ് ഹാളിലേക്ക് വിളിക്കേ. ഹായ് ഓൾ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ മോഡലിനാണ് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത്. ഇത് എൻ്റെ മാത്രം അച്ചീവ്മെന്റ് അല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ഹാർഡ് വർക്ക് കൂടിയാണ്. സോ ഇന്ന് ഈവനിങ് 6 o'clock എൻ്റെ വക എല്ലാവർക്കും പാർട്ടി ഉണ്ട്. കൺഗ്രാറ്റ്സ് ഓൺ, ഈവനിങ്ങിന് വേണം. സാർ, തോമസ് സാർ നാട്ടിൽ വന്നില്ല. സാറിനെ നാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ട്രാക്കിലേക്ക് വരുന്നുണ്ടല്ലോ ക്രിസ്റ്റി. ഇന്ന് നിന്നെ കാണാൻ ക്യൂട്ട് പ്രിൻസസിനെ പോലെ ഉണ്ട്. എടി ലച്ചു, നീ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ടോ? ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ആക്സിഡന്റിനെ പറ്റി പോയതാ. എന്നിട്ട് എന്ത് പറ്റി? അത് ഒരു വൈറ്റ് കളറിൽ എന്തോ ആയിരുന്നു. പക്ഷെ അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എന്തൊക്കെ പുല്ലാപ്പുകൾ ഉണ്ടാക്കിയത് ദൈവത്തിന് മാത്രമാണ്. ചിലപ്പോ നീ കുടിച്ചതേ വല്ല വോഡ്കയോ മറ്റോ ആയിരിക്കും. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുന്നോ? അയ്യോ, എന്റെ പൊന്നു മോനെ, എനിക്ക് വേണ്ട. ലച്ചു, ഞാനിതിനു മുമ്പ് വർക്ക് ചെയ്ത് കൊടുത്തേ.
ഗേൾസ് ഡ്രിങ്ക്സ് അടിക്കുന്നത് നീ ഒന്ന് കാണണം, കണ്ണ് തള്ളിപ്പോവും. അവരുടെയൊക്കെ കപ്പാസിറ്റി സമ്മതിക്കണം. നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. അവനൊക്കെ പറഞ്ഞിട്ട് പോയത് എനിക്ക് ഒട്ടും കപ്പാസിറ്റി ഇല്ലാന്നല്ല. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം. അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. I'm a Nirukali drunk, now a Nalkali drunk. I'm a Nittukali, Adichu Poosu Malayali, Rajini Pola Mash. If I'm drunk, baby, dance, simple moves the riyadu, only nod and moonwalk. എന്റെ പൊന്നിനച്ചു, നീ ഇതെന്താ കാണിച്ചേ? ഞാൻ നിന്റെ അടുത്ത് ചുമ്മാ പറഞ്ഞല്ലേ. നീ എന്താടാ പറഞ്ഞേ? എനിക്ക് കപ്പാസിറ്റി ഇല്ലാന്നോ? അത് നീ നിഹയ്ക്ക്. ഇപ്പൊ നീ നോക്കടാ, ഇവിടെയുള്ള എല്ലാ പെമ്പിളിനേക്കാളും ഏറ്റവും കൂടുതൽ അടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കാ. എന്റെ ദൈവമേ, ഇനി ഞാൻ വൃന്ദാന്റിയോട് എന്തു പറയും? വൃന്ദാമയല്ലേ, വൃന്ദാമയുടെ കാര്യം ഞാനെങ്കിലും. എടാ ജീവ, എനിക്കൊരു സീക്രട്ട് പറയാനുണ്ടടാ. നിന്നോട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് കൊറേ ദിവസം. ഇന്ന് എനിക്ക് നിന്നോട് എല്ലാം പറയണം. സീക്രറ്റോ? എന്താ നിനക്ക് ഇത്ര വലിയ സീക്രട്ട് പറയാനുള്ളേ? അത് ഞാനുണ്ടല്ലോ, ആരും അറിയാതെ. ഇതിനു മുമ്പ് നീ ഡ്രിങ്ക്സ് അടിച്ച കാര്യല്ലേ? അത് നീ എന്നോട് നേരത്തെ പറഞ്ഞല്ലേ? അതൊന്നുമല്ല, ഇത് അതിനേക്കാളും വലിയൊരു സംഭവം. ഈ കാര്യം അറിഞ്ഞ വൃന്ദാമ എന്നെ എന്തായാലും കൊല്ലും. അതിന് മാത്രം നീ എന്ത് കാര്യമാ ചെയ്തേ? അതുണ്ടല്ലോ, ഞാൻ നിന്നോട് മാത്രം പറയാതെ നീ വേറെ ആരോടും പറയില്ലേ? ഇല്ല നച്ചു, ഞാൻ ആരോടും പറയില്ല. നീ കാര്യം പറയേ. നീ ഇവിടെ തന്നെ ഇരിക്കണേ, വേറെ എങ്ങോട്ടും പോവല്ലേ. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. അത് പിന്നെ എന്റെ കല്യാണം. നിഹ, നീ എന്തായി പറയുന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്നോട് ആരാ ഡ്രിങ്ക്സ് കുടിക്കാൻ പറഞ്ഞേ? എത്ര വട്ടം നിങ്ങളോട് ഇഷ്ടല്ല എന്റെ മനസ്സിൽ നിങ്ങൾ പോകുന്നില്ലടോ മനുഷ്യ. നിങ്ങൾക്ക് എന്നോട് ഇത്തിരെങ്കിലും സ്നേഹമുണ്ടോ? നിഹ, മിണ്ടാതിരിക്കേ, എന്നിട്ട് എന്റെ കൂടെ വന്നേ. ഇല്ല, ഞാൻ മിണ്ടാതിരിക്കില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അല്ല, നിങ്ങൾ തന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? നിന്നെ ഞാനേ കൊക്കയില് തള്ളിയിട്ട് കൊല്ലാൻ കൊണ്ടുപോവാ. മിണ്ടാതിരിക്കവിടെ. എന്റെ ധനുവേട്ടൻ എന്തൊരു ക്യൂട്ടാ. നിഹ, കൈവിട്. നീ പൊട്ടു നോക്കിയല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ എന്നോട് മാത്രം ഇത്ര ദേഷ്യപ്പെട്ട് വരുവാണെന്ന്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കണം, എന്നോട് മാത്രം എന്താ ഇത്ര റൂഡായിട്ട് പെരുമാറുന്നത്? ഞാനതിന് നിങ്ങൾ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒരു ഇളയരാന്നിട്ടും ഞാൻ നിങ്ങളുടെ പിന്നാലെ എത്ര തവണ നടന്നിട്ടുണ്ട്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും തിരിച്ച് സ്നേഹിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ അതൊന്നുമില്ല. എന്നിട്ടും ഞാൻ എന്തിനാ മനുഷ്യ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നത്? നിഹ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എടോ, എനിക്ക് ഇതുവരെ ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല ആരോടും. അതിനൊന്നും എൻ്റെ ജീവിതത്തിൽ സമയം കിട്ടിയില്ല എന്നതാണ് സത്യം. ഇതുവരെ എൻ്റെ മുമ്പിൽ നിന്ന് ഇത്ര ധൈര്യത്തോടെ ഒരു പെൺകുട്ടിയും സംസാരിച്ചിട്ടില്ല. തനിക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്? ആദ്യമൊക്കെ നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പതിയെ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ടൈം എടുത്തു നിന്നോടുള്ള എൻ്റെ ഫീലിങ്സ് തിരിച്ചറിയാൻ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാടോ. മോർ ദാൻ എവറിത്തിങ്. ഐ ലവ് യു സോ മച്ച്. നിഴലറിയാ